ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് പലപ്പോഴും ബയോ കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ എങ്ങനെ ബയോ ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അല്ല, നിങ്ങൾ ഓൾറെഡി ബയോ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടും നമ്മൾ പറയുന്നുണ്ട്. എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ബയോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോയുടെ താഴെയായിട്ട് എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെയായിട്ട് ബയോ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഞാൻ മുമ്പ് ഒരു ബയോയും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്. എന്തായാലും ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബയോ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. എന്തായാലും ബയോ ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം മുകളിൽ ടിക്ക് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബയോ സേവ് ആവുന്നതായിരിക്കും. ഇനി ബാക്ക് അടിച്ചാൽ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ ആ ഒരു ബയോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ള ബയോ എഡിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു എഡിറ്റ് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ബയോയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു പഴയ ബയോ ഒഴിവാക്കിയിട്ട് പുതിയ ബയോ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് ബാക്ക് അടിക്കുമ്പോൾ നമുക്ക് ആ ഒരു പുതിയ ബയോ അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പുതിയൊരു ബയോ ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.